സിനോജ്, വെരി ഗുഡ് മോർണിംഗ് സിനോജ്. വടക്കൻ കേരളത്തിൽ എങ്ങനെയായിരുന്നു പൊതുവെ മഴ? കോഴിക്കോട് എങ്ങനെയാണ്? വിലങ്ങാട് ഇന്ന് ഹർത്താലാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അനുകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് വടക്കൻ കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് ഉള്ളത്. കോഴിക്കോട്, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഞാൻ നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിൽ വലിയ മഴയില്ല, പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇടയ്ക്ക് ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട്. എന്തായാലും നേരിയ മഴയ്ക്ക് ശമനമുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഈ പൂനൂർ പുഴ പോലുള്ള വെള്ളം കയറിയ പുഴകളുടെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവായിട്ടില്ല. അതുകൊണ്ട് കൃഷിയിടങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ് ഉള്ളത്. വയനാട് കാരാപ്പുഴ ഡാമിൻ്റെ 3 ഷട്ടറുകൾ തുറന്നു തന്നെ ഇരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തബാധിതരാണ് ഈ മഴക്കാലത്ത് സമരമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. കോഴിക്കോട് വിലങ്ങാട്, വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും കണ്ടതുപോലെ ഒരു ഉരുൾപൊട്ടൽ മാത്രമല്ല, 100 കണക്കിന് ചെറുതും വലുതുമായ ഉരുൾപൊട്ടലാണ് അന്ന് രാത്രി ഈ വിലങ്ങാടുണ്ടായത്. അതിൽപ്പെട്ട ദുരന്തബാധിതരാണ് ഈ പ്രതിഷേധമായി രംഗത്തുള്ളത്. ഇന്ന് BJPയും കോൺഗ്രസും അവിടെ ഹർത്താൽ നടത്തുകയാണ്. ഹർത്താൽ പൂർണ്ണമാണ്. വിലങ്ങാട് ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ബസ് ഉൾപ്പെടെ സർവീസ് നടത്തുന്നില്ല എന്നാണ് അവിടെ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് 1 വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ ദുരന്തമുണ്ടായിട്ട്. പക്ഷേ ആ ദുരന്തബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളൊന്നും തന്നെ നടപ്പായിട്ടില്ല എന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. 31 കുടുംബങ്ങൾക്ക് സർക്കാർ 15 ലക്ഷം രൂപ വീതം നൽകിയിരുന്നു. പക്ഷേ അത് മാത്രമല്ല, അതിലേറെ കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടവരുണ്ട്, വീട് ഭാഗികമായി നഷ്ടപ്പെട്ടവരുണ്ട്, കൃഷി നശിച്ചവരുണ്ട്. അതുകൊണ്ട് കൂടുതൽ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകണമെന്നാണ് ആവശ്യം. അതോടൊപ്പം തന്നെ ഇത്തവണ മഴക്കാലം ആരംഭിച്ച ഘട്ടത്തിൽ മഞ്ഞച്ചീളി പ്രദേശത്തെ ഒരു 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അവരുടെ ആ പ്രദേശത്തിൻ്റെ 2 വശത്തും കഴിഞ്ഞ തവണ ഉരുൾപൊട്ടിയതാണ്. അതുകൊണ്ട് അവിടെ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളതുകൊണ്ടാണ് അവരെ മാറ്റിപ്പാർപ്പിച്ചത്. അവർ പറയുന്നത് അവരുടെ വീടുകൾ സുരക്ഷിതമാണോ അല്ലയോ എന്ന് വിദഗ്ധ സമിതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം. സുരക്ഷിതമാണെങ്കിൽ ഞങ്ങൾ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് മഞ്ഞച്ചീലയിലെ ജനങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ വില്ലേജ് ഓഫീസ് ഉപരോധം ഉൾപ്പെടെ അവിടെ നടക്കുകയും ചെയ്തത്. അരുകുമാർ, താങ്ക് യു. അപ്പോൾ എന്തായാലും വിലങ്ങാട് ഇന്ന് ഹർത്താലാണ്. അവിടെ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ കനത്ത മഴ വിലങ്ങാട് പരിസരത്തുണ്ട് താനും. അതിനിടയിലാണ് കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ കാര്യമായിട്ട് സർക്കാരിൻ്റെ സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ പ്രതിഷേധിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട പരാതി.